അള്ളാഹുവിൻ്റെ പേരുകൾ അത് വിശുദ്ധ ഖുർആനിൽ വന്നത്, തിരുസുന്നത്തിൽ വന്നത്, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമുള്ളത്, അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ പേരുകൾ. അബു ഇസ്ഹാഖിനിൽ ഖുശൈരി പറഞ്ഞതായി ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജറും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയത്, അൽ അസ്മാഉ തുഖദു തൗഖീഫിയം മിനൽ കിതാബി വസുന്നതി വൽ ഇജ്മാ. അള്ളാഹുവിൻ്റെ പേരുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന്, സുന്നത്തിൽ നിന്ന്, ഇജ്മായിൽ നിന്ന് മാത്രമാണ് എടുക്കപ്പെടുക. വേറെ ഒന്നും അള്ളാഹ്ക്ക് പേരുകൾ സ്വീകരിക്കപ്പെടൂല. ഫകുല്ലു ഇസ്മിൻ വറദ ഫീഹിമാ വജബ ഇത്ലാഖുഹു ഫീ വസ്ഫിഹി വമാ ലം യരിദ് ലാ യജൂസു വലൗ സഹഹ മഅനാഹു. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നത് അത് നടപ്പിലാക്കണം, അത് സ്വീകരിക്കണം. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വരാത്തത് എടുക്കാൻ പറ്റൂല. വലൗ സഹഹ മഅനാഹു, ആ പേരുകളുടെ അർത്ഥം ശരിയാണെങ്കിലും ശരി, അർത്ഥം ശരിയാണ് എങ്കിലും അങ്ങനത്തെ പേരുകൾ അള്ളാഹ്ക്ക് നൽകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി അദ്ദേഹത്തിൻ്റെ അൽ ഫസ്ൽ ഫിൽ മിലൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വലാ യജൂസു അൻ യുസമ്മല്ലാഹ്, അള്ളാഹ്ക്ക് പേര് വെക്കപ്പെടാൻ പാടുള്ളതല്ല, പേര് വെക്കൽ അനുവദനീയമല്ല. വലാ അൻ യുഖ്ബർ അൻഹു, അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കാനും പാടുള്ളതല്ല. ഇല്ലാ ബിമാ സമ്മാ ബിഹി നഫ്സഹു, അള്ളാഹു തനിക്ക് പേര് വെച്ചത് കൊണ്ടല്ലാതെ. ഔ അഖ്ബറ ബിഹി അൻ നഫ്സിഹി ഫീ കിതാബിഹി, അള്ളാഹു തൻ്റെ കിതാബിൽ തന്നെ കുറിച്ച് പ്രസ്താവിച്ചത് കൊണ്ടല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കാൻ പാടുള്ളതല്ല. ഔ അലാ ലിസാനി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ അള്ളാഹു തനിക്ക് പേര് വെച്ചത് അല്ലെങ്കിൽ അള്ളാഹു തന്നെ കുറിച്ച് പ്രസ്താവിച്ചത് അതുകൊണ്ടല്ലാതെ അള്ളാഹിനെ കുറിച്ച് പേര് പറയാനും പ്രസ്താവിക്കാനും പാടുള്ളതല്ല. ഔ സഹബിഹി ഇജ്മാഉ ജമീ അഹ്ലിൽ ഇസ്ലാം അൽ മുതയഖിൻ വലാ മസീദ്, ഉറപ്പായിട്ടും മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ഇജ്മാ ആയി സ്ഥിരപ്പെട്ട സാധുവായ അള്ളാഹുവിൻ്റെ പേര്, സാധുവായിട്ടുള്ള അല്ലെങ്കിൽ സഹിഹായിട്ടുള്ള അള്ളാഹുവിൻ്റെ പേരുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ അതേ പറ്റുള്ളൂ. വലാ മസീദ്, അതിനപ്പുറം ഒന്നും പറ്റൂല. ഹത്ത വഇൻ കാനൽ മാന സഹീഹൻ, അർത്ഥം ശരിയാണെങ്കിലും ശരി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി പറയാണ്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വസ്സമാഅ ബനൈനാഹ ബിഐദിൻ. വസ്സമാ, ആകാശം. അള്ളാഹു പറയണ ബനൈനാഹ, ആ ആകാശത്തെ നാം പടച്ചിരിക്കുന്നു. ബിഐദിൻ, ബിഐദിൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബിഖുവ, ശക്തിമത്തായി, ബലമായി. അള്ളാഹു വാനങ്ങളെ പടച്ചത് ബലമായിട്ടാണ്, വളരെ ശക്തിമത്തായിട്ടാണ്. അവിടെ ഐദി എന്ന് പറഞ്ഞാൽ കൈകൾ എന്നുള്ള അർത്ഥമല്ല കേട്ടോ. അവിടെ ഐദി എന്ന് പറഞ്ഞാൽ ആദ യഈദു എന്നതിൻ്റെ മസ്ദറാണ്, ക്രിയാധാതുവാണ്, ശക്തി, ബലം എന്നുള്ള ഇതിൽ. അപ്പോൾ വളരെ ബലവത്തായ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ പടച്ചിട്ടുള്ളത്. ഇവിടെ ബനൈന എന്ന് പറയുന്നത് നാം പടച്ചു എന്ന് അള്ളാഹു പറഞ്ഞത്. ഇബ്നു ഹസം പറയണം, അപ്പം അള്ളാഹിനെ കുറിച്ച് ബന്നാ, നിർമ്മാതാവ് എന്ന് പേരിടാൻ പറ്റുമോ? പേരിടാൻ പറ്റൂല. എന്തുകൊണ്ട്? ബന്നാ എന്നൊരു പേര് ഖുർആനിലില്ല, അള്ളാഹ്ക്ക് സുന്നത്തിലുമില്ല, ഇജ്മായിലുമില്ല. അപ്പം അർത്ഥം ശരിയാണെങ്കിലും അള്ളാഹു നിർമ്മിച്ചു എന്ന് അള്ളാഹിനെ കുറിച്ച് പ്രസ്താവിച്ചു. അള്ളാഹു അങ്ങനെ പ്രസ്താവിക്കാനല്ലാതെ നിർമ്മാതാവ് ബന്നാ എന്നൊരു പേര് അള്ളാഹ്ക്ക് പറയുവാൻ നമുക്ക് പാടുള്ളതല്ല എന്നാണ് ഒരു ഉദാഹരണത്തിലൂടെ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ഉണർത്തുന്നത്. അള്ളാഹുവിന് കുറേ പേരുകളുണ്ട്. ചിലർ മനസ്സിലാക്കിയത് അള്ളാഹ്ക്ക് 99 പേരുകൾ മാത്രമാണ്. അള്ളാഹ്ക്ക് 99 പേരുകളുമുണ്ട്, അതിനപ്പുറവും പേരുകളുണ്ട്. 99 പേരുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ 99 പേരുകളുള്ളൂ എന്ന് മനസ്സിലാക്കാനല്ല, പ്രത്യുത കുറേ പേരുകൾ അള്ളാഹുവിൻ്റെ ആ ധാരാളക്കണക്കിന് പേരുകളിൽ നിന്ന് 99 ഒരാൾ മനഃപ്പാഠമാക്കുക, അതിൻ്റെ ആശയം ഗ്രഹിക്കുക, അവ കൊണ്ട് ദുആ ഇരക്കുക, എന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത് മനസ്സിലാക്കാനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅ ഇല്ല വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 പേരുകൾ, 100ൽ 1 കുറവ്. വല്ലവരും അവയെ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു.
ഇവിടെ ഒരിക്കലും അള്ളാഹ്ക്ക് 99 പേരുകൾ മാത്രമാണ് എന്നുള്ളത് ഈ ഹദീസ് അറിയിക്കണില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തുടങ്ങിയ പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ ഈ ഹദീസ് ഒരിക്കലും അള്ളാഹ്ക്ക് 99 പേരുകളെ ഉള്ളൂ എന്ന് അറിയിക്കണില്ല. പിന്നെയോ കുറേ പേരുകളിൽ 99 പേരുകളെ ഒരാൾ ഇഹ്സാ ചെയ്താൽ, എന്താ ഇഹ്സാ ചെയ്യൽ? ചിലർ പറഞ്ഞത് മനപ്പാടമാക്കിയാൽ, ചിലർ പറഞ്ഞത് എണ്ണിയാൽ, പക്ഷെ അതിനപ്പുറമാണ് ഇഹ്സാ. മനപ്പാടാക്കൽ മാത്രമല്ല. പിന്നെയോ ഇഹ്സാ എന്ന് പറഞ്ഞാൽ നേരാൻ വണ്ണം ഈ പേരുകളെ മൊഴിയുക, ഉച്ചരിക്കുക, അതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതാണ് അള്ളാഹു കൽപ്പിച്ചത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹ്ക്ക് മാത്രമാകുന്നു നല്ല പേരുകൾ, ഉത്തമമായ സംജ്ഞകൾ. അതുകൊണ്ട് ഫദ്ഉഹു, അള്ളാഹുവോട് നിങ്ങൾ ദുആ ഇരക്കുക, ബിഹ, ആ പേരുകൾ കൊണ്ട്, അള്ളാഹുവിൻ്റെ പേരുകൾ കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. യാ റഹ്മാൻ, യാ റഹീം, യാ വദൂദ് എന്ന് തുടങ്ങി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ഇരക്കുക. ഇത് അള്ളാഹു കൽപ്പിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളെ നേരാവണ്ണം മൊഴിഞ്ഞ് അതിൻ്റെ ആശയം മനസ്സിലാക്കി ആ പേരുകൾ കൊണ്ട് ദുആ ചെയ്യുക. ഇതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്സാഇൻ്റെ മർത്തബ പറഞ്ഞത്. പലവരും ഇഹ്സാ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എങ്ങനെ ഇഹ്സാ? അതിങ്ങനെയാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല.